എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 18 തീയതി മുതൽ 20 തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? 2024 മെയ് മാസത്തില് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം ജില്ലയാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? 50ാമത് വാർഷികമാണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, കുട്ടികളിലൂടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വ സുന്ദര കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടി. കുട്ടികളിലൂടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വ സുന്ദര കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് കുടുംബശ്രീ അതുപോലെ തന്നെ അയൽക്കൂട്ടം എന്നിവയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് ശുചിത്വോത്സവം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ നടപ്പാക്കിയ പദ്ധതി ഏതാണ്? സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലൻഡ് ടീമിന്റെ മുഖ്യ സ്പോൺസർ ആകുന്ന ഇന്ത്യൻ ബ്രാൻഡ്. ചോദ്യം എന്താണ്? 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലൻഡ് ടീമിന്റെ മുഖ്യ സ്പോൺസർ ആകുന്ന ഇന്ത്യൻ ബ്രാൻഡ് ഏതാണ്? നന്ദിനി. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതാണ്? സെല ടണൽ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം നെതർലാൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നുപോകരുത്. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, ലോക തേനീച്ച ദിനം എന്നാണ്? ലോക തേനീച്ച ദിനം ഏപ്രിൽ 20 തീയതിയാണ്. നമ്മുടെ അവസാനത്തെ ചോദ്യം, 90 മിനിറ്റിനുള്ളിൽ 5 തവണ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതാണ്? 2024 90 മിനിറ്റുകൾക്കുള്ളിൽ 5 തവണ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ് സെമുരു. ഏതാണ്? സെമുരു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ജോഗ്രഫി കയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നോട്ട്സ് വേണ്ടവർ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.